നമസ്കാരം. ഇസ്രായേൽ തുടങ്ങി വെച്ച് അമേരിക്ക ഏറ്റെടുത്ത് ഇറാനെ തകർത്ത് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടുള്ള യുദ്ധത്തിന്റെ ഭീകരമായ പല അന്തരീക്ഷങ്ങളും മറികടന്ന് ഇപ്പോ യുദ്ധം അവസാനിക്കുന്നു. അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ അവിടുത്തെ സംഘർഷ കാലാവസ്ഥ അവസാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ യുദ്ധം അവസാനിക്കുന്നതോടെ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതോടെ കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരുമെന്നും നമ്മളൊക്കെ 12ാമത്തെ ദിവസം മുതൽ വെള്ളം കൂടി മുട്ടിയവരാണ്. ലോകരാജ്യങ്ങൾക്കൊന്നും എണ്ണയില്ല. അത് അമേരിക്കയിലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇറാനിലും പ്രതിസന്ധി ഉണ്ട്. കാരണം അവരുടെ എണ്ണ വിറ്റെങ്കിലേ കാര്യങ്ങൾ നടക്കും. അപ്പൊ അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ പ്രതിസന്ധി തീരുന്നു എന്നുള്ളത് ചെറിയൊരു ആശ്വാസമൊന്നുമല്ല. പക്ഷെ അമേരിക്കയ്ക്ക് അതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഇറാനല്ല, അമേരിക്കയ്ക്കാണ്. കാരണം ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്ക ഇറാന് കൊടുക്കുന്ന രണ്ട് വാഗ്ദാനങ്ങൾ: ഒന്ന്, ഇറാന്റെ മേലുള്ള ഉപരോധം പിൻവലിക്കേണ്ടി വരും, എന്നാലേ നടക്കും. അതുപോലെ ഇറാന്റെ തടഞ്ഞു വെച്ചിട്ടുള്ള കുറെ പണമുണ്ട്, സമ്പത്തുണ്ട്, ഇറാനിന് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള സമ്പത്ത്, ഇത് രണ്ടും ഇറാന് ലഭ്യമാക്കുന്നു. ഇപ്പൊ അവസാനം ട്രംപ് എടുക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞാല് നിങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തണ്ട എന്നേ ഉള്ളൂ. ഇപ്പൊ ഇറാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചു എന്ന് അറിയുന്നത്, വാർത്തകൾ പുറത്തു വരുന്നത്, ഒരു 10-15 വർഷത്തേക്കെങ്കിലും ഞങ്ങൾ തൽക്കാലം ഇറാനിയൻ സമ്പുഷ്ടീകരണം നിർത്താമെന്നാണ്. അതാണല്ലോ ഇപ്പൊ അമേരിക്കയ്ക്കും ഇസ്രായേലിനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇറാൻ സമ്പുഷ്ടീകരണം നടത്തുന്നത് വലിയ പ്രശ്നമാണ്. എന്നാൽ അമേരിക്കയിലും ഇസ്രായേലിലും ഒക്കെ ഇത് കാര്യമായിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല. ഇറാന് പ്രശ്നമില്ല, സൗദിക്ക് പ്രശ്നമല്ല, UAE പ്രശ്നമില്ല, ബാക്കി ആർക്കും പ്രശ്നമില്ല. ഇറാൻ ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. ഇറാൻ ആകട്ടെ ഇതുവരെ ആരെയും അങ്ങോട്ട് കയറി അടിച്ച ചരിത്രവും ഇല്ല. അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന സഖ്യരാഷ്ട്രങ്ങളെയോ അടിച്ച ചരിത്രമുള്ളൂ. അല്ലാതെ അവരുമായി യാതൊരു ശത്രുതയും ഇല്ലാത്ത, യാതൊരു വിഷയവും ഇല്ലാത്ത ആൾക്കാരുമായി കയറി അടിക്കുന്ന ഒരു ശീലം ഇറാനില്ല. അത് ചെയ്തിട്ടില്ല. ഈ യുദ്ധം തന്നെ നോക്കൂ. അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള, ആത്മീയ നേതാവും കൂടിയായിട്ടുള്ള അയത്തുള്ള ഖൊമേനിയെ കൊന്നിട്ടും ബാക്കിയുള്ള ഭരണകർത്താക്കളെ മുഴുവൻ ഒറ്റ ബോംബിങ്ങിൽ താറുമാറാക്കിയിട്ടും ആ കാര്യങ്ങളൊന്നും ഇവിടെ ഇറാൻ സംസാരിക്കുന്നില്ല. ഇറാൻ എന്ന രാജ്യത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അമേരിക്കയാകട്ടെ ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ എന്താ പറയാ, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞത് നിങ്ങളെ മുഴുവൻ കത്തിക്കും, രാജ്യം മുഴുവൻ ഞങ്ങൾ തകർത്ത് ചാമ്പലാക്കും എന്ന് പറയുന്നത്. അതിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. അത് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇറാനെ ചുട്ട് ചാമ്പലാക്കും എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഉള്ള കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, താമസിക്കുന്ന ആൾക്കാർ, എല്ലാ മതസ്ഥരുണ്ട്. യഹൂദന്മാര് ഇസ്രായേൽ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ അവിടെയുള്ളത്. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവരെ എല്ലാവരെയും ചാരമാക്കുന്നതാണ് അതിനർത്ഥം. ഇറാൻ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും 1-2 പേരുടെ നിലപാട് കൊണ്ട്, ആ നിലപാട് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ യുറേനിയം കൊടുക്കാതിരുന്നാൽ, അതുപോലെ ഇറാന്റെ എണ്ണ അമേരിക്കയുടെ കൈവശം വയ്ക്കാൻ അമേരിക്കയ്ക്ക് കൈകാര്യം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇറാനെ ഭസ്മമാക്കുമെന്നാണ് പറയുന്നത്. അതായത് സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ, കുട്ടികളെ, സ്ത്രീകളെ അടക്കം മുഴുവൻ ആൾക്കാരെ ചാമ്പലാക്കുമെന്നാണ് പറയുന്നത്. അതിനെതിരെ ലോകമൊന്നും പ്രതികരിച്ച് കാണുന്നില്ല. പക്ഷെ അതൊക്കെ ഇപ്പൊ അവസാനിപ്പിച്ചു. ചുട്ട് ചാമ്പലാക്കലും മറ്റെല്ലാം. ഇറാന്റെ മുന്നിൽ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും വഴിപ്പെടില്ല, നടക്കില്ല, ഇറാൻ അതിന്റെ വഴിക്ക് വരില്ല എന്ന് മനസ്സിലായപ്പോൾ ആ പരിപാടികൾക്ക് നിർത്തിയിട്ട് ഇതിന്റെ ഇടയിലാണ് പിന്നെ പ്രോജക്ട് ഫ്രീഡം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതായത് ഹോർമോസ് പിടിച്ചടക്കുന്ന സത്യത്തിൽ അമേരിക്ക സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ള സത്യമാണ്. കാര്യം ഒരു 3-4 ദിവസം കൊണ്ട് യുദ്ധം വിജയിച്ച് ഈ യുറേനിയം എടുത്ത്, അതുപോലെ ഇറാന്റെ എണ്ണയും കൈക്കലാക്കി വെനിസുല ചെയ്ത പോലെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. പറ്റുന്നുണ്ടെങ്കിൽ ഒരു പാവ സർക്കാരിനെയും കൂടി നിയമിക്കാമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. ഇറാൻ 10-40 വർഷം കൊണ്ട് അവർ ആർജിച്ചെടുത്തിട്ടുള്ള സൈനിക വളർച്ച എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ലോകത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ ഈ ഒരു 2 മാസം തുടർന്ന് നിന്ന യുദ്ധം, 1 മാസമായിട്ട് വെടിനിർത്തലാണ്. ഈ 2 മാസത്തോളം തുടർന്ന് നിന്ന യുദ്ധം, അത് തുടർച്ചയായി നിന്നപ്പോഴാണ് സത്യത്തിൽ ലോകത്തിന് മനസ്സിലായത് ഇറാൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള അല്ല. അതുകൊണ്ട് ഇനിയിപ്പോ യുദ്ധം നിർത്താൻ വേറെ മാർഗമൊന്നുമില്ല. അതായത് ട്രംപ് പറയുന്നു, ഇറാൻ ഞങ്ങൾ പറയുന്നതൊക്കെ വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചു, ആണവ സമ്പുഷ്ടീകരണത്, യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നു, ഹോർമോസ് തുറക്കാന്ന് പറഞ്ഞു, ഇത് പറഞ്ഞു. എന്നാൽ ലോകത്തിന്റെ മുന്നിൽ അമേരിക്ക ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് കുറെ തട്ടിവിടും. അത് തട്ടിവിട്ട് കഴിയുമ്പോഴേക്ക് തൊട്ടിപ്പുറത്ത് അതൊന്നും ശരിയല്ല, ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതായത്
ആത്മാഭിമാനത്തെ തൊട്ടുള്ള കളി വേണ്ടെന്ന് ഇറാനും പറയുന്നുണ്ട്. അതായത് ട്രംപ് എന്തൊക്കെ അവകാശപ്പെടുന്നുണ്ടോ അതിന്റെ തൊട്ടു പിന്നാലെ അതൊക്കെ നുണയാണ് എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇത് എവിടെയും എത്താത്തത്. ഇനി ഒരു പക്ഷെ നേരത്തെ അമേരിക്ക പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് മിണ്ടാതെങ്കിരുന്നെങ്കിൽ, ഇറാൻ മിണ്ടാതിരുന്നാൽ മതി, തെറ്റാണെന്ന് പറയണ്ട, മിണ്ടാതിരുന്നെങ്കിൽ തന്നെ ഈ യുദ്ധം നേരത്തെ തീർന്നേനെ. പക്ഷെ അത് അംഗീകരിച്ച ഒരു രാജ്യമായി അറിയപ്പെടും എന്ന് ഇവർക്ക് പറ്റുന്നില്ല. ട്രംപിന്റെ താളത്തിനത് തുള്ളുന്ന രാജ്യമാണെന്ന് അറിയപ്പെടാൻ ഇറാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല. ഗതി മുട്ടി, തീർന്നു, അവസാനിച്ചു. ഇനിയിപ്പോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഗതി, സാമ്പത്തിക സ്ഥിതി ഒക്കെ അപകടത്തിലാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കൻ പാർലമെന്റിന്റെ താക്കീതുണ്ട്, പെന്റഗണിന്റെ താക്കീതുണ്ട് ട്രംപിന്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ട്രംപ് പിന്മാറുകയാണ്. അതേസമയം ഇറാൻ ഒരൽപ്പം അയഞ്ഞ രീതിയിലൂടെ ആയതുകൊണ്ട് യുദ്ധം അവസാനിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ഇപ്പോ മൊത്തത്തിലുള്ള ഓഹരി വിപണി ഒന്ന് ഉണർന്നിട്ടുണ്ട്. അവർക്കാണത് ആദ്യം അറിയാൻ കഴിയുക. അതുപോലെ എണ്ണവില, ക്രൂഡ് ഓയിൽ വില അന്തം കെട്ട് കൂടിയതാണ്. ആ കൂടിയ എണ്ണവിലയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകം സാധാരണഗതിയിലേക്ക് വരും എന്ന് കരുതാം. ഹോർമോസ് കടലിലേക്ക് കുടുങ്ങിയിട്ടുള്ള കുറെ കപ്പലിലുള്ള ആൾക്കാരുണ്ട്. ഏതാണ്ട് 10-23,000 പേരുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത്രത്തോളം ആൾക്കാരെ രക്ഷിച്ചെടുക്കണം. അങ്ങനെ രക്ഷിച്ചെടുത്ത് കപ്പലുകളെ സ്വതന്ത്രമാക്കണം. ഏതാനും ചില കപ്പലുകളെയൊക്കെ സ്വതന്ത്രമാക്കി വിട്ടിട്ടുണ്ട്. അത്തരത്തിൽ കപ്പലുകളെ സ്വതന്ത്രമാക്കി ഹോർമോസ് പിന്നെ അവരുടെ നിയന്ത്രണത്തിലാക്കാം എന്നുള്ളൊരു നീക്കം തുടങ്ങിയ സമയത്ത് ഇറാൻ ശക്തമായി കടന്നാക്രമിച്ചു. ഇറാന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടുകളും ചെറിയ മിസൈലുകളും, അതാകട്ടെ അവരുടെ റഡാറിലിട്ട് കാണില്ല, വന്ന് പതിക്കുമ്പോഴേ അറിയുള്ളൂ. ഈ വലിയ ബോംബർ വിമാനങ്ങളൊക്കെ വന്ന് ഇട്ടിട്ട് പോകുമ്പോൾ അതൊക്കെ റഡാറിലും ഒക്കെ കാണാൻ പറ്റുമല്ലോ മറ്റുള്ളവർക്ക്. പക്ഷെ ഇത് ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല. കൊതുക് പട എന്ന് പറയുന്ന അവരുടെ ചെറിയ കപ്പലുകളും അതുപോലെ അതിനേക്കാൾ ചെറിയ ഡ്രോണുകളും ഒക്കെ ചെന്ന്, മിസൈലുകളൊക്കെ ചെന്ന് വീണ് കഴിയുമ്പോഴാണ് അറിയുന്നത് അവരുടെ കപ്പലുകൾക്ക് വലിയ കേടുകൾ വരുന്നു. ജെറാൾഡിനും എബ്രഹാം ലിങ്കനും ഒക്കെ പറ്റിയതുപോലെയുള്ള പ്രശ്നങ്ങൾ. ഇത്ര വിമാനങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു വലിയൊരു വിമാനം അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇറാൻ വെടിവെച്ചിട്ടതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതാരും അംഗീകരിച്ച് പോണില്ല. ഏതായാലും ഈ 10-23,000 ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രംപ് പ്ലാൻ ചെയ്ത മിഷൻ അതിദയനീയമായി അങ്ങോട്ട് പരാജയപ്പെടുത്തി. ഏതായാലും ഈ യുദ്ധം അവസാനിക്കുന്നതോടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം എണ്ണ വിൽക്കാൻ നേരത്തെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. എണ്ണ വിൽപ്പന ഉപരോധം ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, ഇന്ത്യയടക്കം എണ്ണ വാങ്ങിയിരുന്നു ഇറാനിൽ നിന്ന്. ഏതായാലും അമേരിക്ക ഉപരോധം പിൻവലിക്കുന്നതോടുകൂടി ഇറാന് എണ്ണ വിൽക്കാൻ പറ്റും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക ഉണർവ് മൊത്തത്തിലുണ്ടാകും. അത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം മെച്ചം, പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മാനം കാക്കാനുള്ള ഒരു മാർഗം, ലോകത്തിന് ഒരു സമാധാനം. ഏതായാലും ഇന്നലെ രാവിലെ മുതൽ ഗൾഫിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒരല്പം ആശ്വാസകരമാണ്. ഇതിനിടയിൽ തന്നെ അമേരിക്ക ചില വിക്രസുകൾ കാണിച്ചു. ഇങ്ങനെ വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടെങ്കിലും അതിനിടയിൽ കയറി ചില കളികൾ കളിച്ചപ്പോൾ സഖ്യരാഷ്ട്രീയമായിട്ടുള്ള യുഎന്റെ മേലേക്ക് ഇറാൻ കടന്നു കയറുന്നത് നമ്മൾ കണ്ടു. അത് വലിയ വിഷയം ഉണ്ടായത്. ഇന്ത്യക്കാരടക്കം അതിൽ പെട്ടു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻ പ്രസിഡന്റുമാർ, ഒബാമയൊക്കെ മറ്റുള്ളവരുമായിട്ട് ഒപ്പിട്ടിട്ടുള്ള കരാറുകൾ, ആ കരാറുകളൊക്കെ വലിയ ശക്തമായ നിബന്ധനകളും അതുപോലെ മറ്റു പലതുമൊക്കെ വെച്ചിട്ടാണ് അവർ തട്ടിവിടുന്നത്. ഇപ്പോ ആ കരാറുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബാലിശമായിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഗതിമുട്ടി ഒപ്പുവെച്ച് യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു പ്രസിഡന്റായി മാറും. മാത്രമല്ല, ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ അമേരിക്കയെ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അറിയപ്പെടും. പക്ഷെ എന്നാലും അത് ട്രംപ് ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ ട്രംപ് മനഃപൂർവ്വം ട്രംപിന്റെ തലയിലേക്ക് വെച്ച കാര്യങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ച് അറിയാകേണ്ട ആവശ്യമില്ല. ഏതായാലും പശ്ചിമേഷ്യ സമാധാനമാകട്ടെ, ഇറാന്റെ യുദ്ധം അവസാനിക്കട്ടെ, ഇറാനും ഇസ്രായേലും അമേരിക്കയും കൂടി ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം അവർ എത്ര കാലം യുദ്ധം ചെയ്യാൻ അവർ റെഡിയാണ്. അതേസമയം നയതന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ, സമവായത്തിലൂടെ ഇത് അവസാനിപ്പിക്കാം എന്ന് തെളിയാണ്. പക്ഷെ അതിന് വിടുവായത്വവും അല്ലെങ്കിൽ ഭീഷണിയുമൊന്നും അവിടെ വിലപ്പോവില്ല എന്ന് ഇറാൻ വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. Different angles. Don't forget to subscribe and support this channel.